ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. സൈലത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പരീക്ഷയ്ക്ക്, അത് SSC പരീക്ഷയാകട്ടെ, RRB പരീക്ഷയാകട്ടെ, ഉറപ്പായിട്ടും ഒരു ഷിഫ്റ്റിലെങ്കിലും ചോദ്യം ഉണ്ടാകുമെന്ന് പറയാൻ പറ്റുന്ന ഒരു സാധനമാണ് സെൻസസ്. പെർട്ടിക്കുലർലി 2011 സെൻസസ്. അപ്പോൾ ഈ ഒരു സെൻസസിന്റെ പ്രാധാന്യം ഈ ഒരു 1-2 വർഷം കൂടെ ഉണ്ടാവുകയുള്ളൂ. കാരണം പുതിയ സെൻസസ് 2026-27 നടക്കുമെന്ന് കേന്ദ്ര ഗവൺമെന്റ് ഓൾറെഡി നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സെൻസസ് 2011 പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ നിങ്ങൾക്കൊരു വീഡിയോ രൂപത്തിൽ ചെയ്യാമെന്നുള്ളത് ഞാൻ പറഞ്ഞിരുന്നു. അപ്പോൾ ആ വീഡിയോയുടെ ആദ്യത്തെ പാർട്ടാണിത്. അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് പറയുന്ന ഒരു റാപ്പിഡ് റിവിഷൻ വീഡിയോ അല്ല, ഒരു 3-4 പാർട്ടുകളിലായി സെൻസസിന്റെ ചരിത്രം, സെൻസസിന്റെ ഇന്ത്യയിലെ ഒരു എവല്യൂഷൻ, പിന്നെ 2011 സെൻസസ്, അതിനകത്ത് വരുന്ന പ്രധാനപ്പെട്ട ഫാക്റ്റുകൾ, അങ്ങനെ ഒരു 3-4 പാർട്ടുകളായി ചെയ്യാൻ ഉദ്ദേശിക്കുന്ന വീഡിയോയിലെ ആദ്യത്തെ ഒരു പാർട്ടാണ് ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത്. യെസ്, അപ്പോൾ നമുക്ക് ഇന്ത്യയിലെ സെൻസസിന്റെ ഒരു ചരിത്രം പഠിക്കാം. ചരിത്രം തുടങ്ങുന്നതിന് മുമ്പ് ആക്ച്വലി എന്താണ് സെൻസസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അപ്പൊ സെൻസസ് എന്ന് പറയുന്ന വാക്ക് ആക്ച്വലി ഒരു ലാറ്റിൻ വാക്കിൽ നിന്നും കടം കൊണ്ടതാണ്. ഓക്കെ, സെൻസിയർ എന്ന് പറയുന്ന ലാറ്റിൻ വാക്കിൽ നിന്നുമാണ് സെൻസസ് എന്ന് പറയുന്ന വാക്കിന്റെ ഒരു ഒറിജിൻ. ഇന്ത്യക്കകത്ത് നമ്മൾ കാനേഷുകുമാരി എന്ന് പറയാറുണ്ട്. ചിലർ പറയുന്ന പോലെ കാനേഷുകുമാരി അല്ല, കാനേഷുമാരി എന്നാ പറയുന്നത്. അപ്പോൾ 2 വാക്കുകൾ, 2 പേർഷ്യൻ വാക്കുകൾ ചേർന്ന്, വീട് എന്നും എണ്ണം എന്നും അർത്ഥം വരുന്നത്, വീടിന്റെ എണ്ണം എടുക്കുക എന്നുള്ള രീതിയിലുള്ള വാക്കാണ് ചേർന്ന് കാനേഷുമാരി എന്ന് പറയുന്നത്. നമ്മുടെ ഒരു സിനിമയിൽ ലാലേട്ടൻ പറയുന്നുണ്ട്, കാനേഷുമാരി സെൻസസിലേക്ക്, കാനേഷുമാരിയുടെ പട്ടികയിലേക്ക് വെറുതെ ആളുടെ എണ്ണം ചേർക്കുക എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ സെൻസസിന് ഉപയോഗിക്കുന്ന മറ്റൊരു വാക്കാണ് കാനേഷുമാരി എന്ന് പറയുന്നത്. എന്താണ് സെൻസസ്? ഒരു പക്ഷെ നിങ്ങളിൽ പലരും സെൻസസിന്റെ ഭാഗമായിട്ട് നിങ്ങളിൽ പലരോടും ചോദ്യം ചോദിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ വീട്ടിൽ വന്ന് ചോദ്യം ചോദിച്ച അനുഭവം പലർക്കും ഉണ്ടാകാം. സെൻസസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് കളക്ടിങ്, കമ്പൈലിംഗ്, അനലൈസിങ്, ഡിസെമിനേറ്റിംഗ്, അത്രയൊന്നും കാണാതെ പഠിക്കണ്ട, ഡെമോഗ്രാഫിക്, സോഷ്യൽ, കൾച്ചറൽ, എക്കണോമിക്കൽ ഡേറ്റ. അതായത് ഒരു രാജ്യത്ത് താമസിക്കുന്ന ജനങ്ങളുടെ അവരുടെ ഒരു പല ഡൈമെൻഷൻസ് എന്ന് പറയുമ്പോൾ ജസ്റ്റ് ജനസംഖ്യ മാത്രം, അല്ലെങ്കിൽ ജനസംഖ്യ ഏറ്റവും കൂടിയ സ്ഥലത്ത് മാത്രമല്ല, അവരുടെ ലൈഫിൽ മറ്റു പല കാര്യങ്ങളെ പറ്റി പറയുന്നുണ്ട്. അപ്പോൾ ടോട്ടൽ ഫെർട്ടിലിറ്റി റേറ്റ് പോലുള്ള കാര്യങ്ങൾ വരാം, അതിൽ ലിറ്ററസി പോലുള്ള കാര്യങ്ങൾ വരാം, അതിനകത്ത് തന്നെ ജെൻഡർ സ്പെസിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ വരാം. അതായത് ഒരു രാജ്യം, അവിടുത്തെ ജനങ്ങൾ എവിടെ നിൽക്കുന്നു, എത്രത്തോളം മുന്നോട്ട് പോയിട്ടുണ്ട്, ഇനി അവർക്ക് വേണ്ട പോളിസികൾ എന്തൊക്കെയാണ്. അങ്ങനെ ഇന്ത്യ എന്ന് പറയുന്ന ലോകത്തിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ താമസിക്കുന്ന മഹാരാജ്യത്ത് നടത്തുന്ന സെൻസസ്, അതായത് ലോകത്തിലെ ഏറ്റവും വലിയ സെൻസസ് ഇന്ത്യയിൽ തന്നെ എനിക്ക് യാതൊരു സംശയമില്ല. അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഭാവിയിലെ പോളിസി മേക്കിങ്ങിനെ ഹെൽപ്പ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് അതിന്റെ ഏറ്റവും വലിയ ഉദ്ദേശം. അപ്പൊ സെൻസസ് എന്ന് പറയുന്നത് ഒരു മോഡേൺ ടേം ആണ്. പക്ഷെ സെൻസസ് എന്ന് പറയുന്ന പ്രക്രിയ ഒരു മോഡേൺ ടേം അല്ല. നമുക്കറിയാം, വേദങ്ങളിൽ ഏറ്റവും പഴയ വേദം, 4 വേദങ്ങളിൽ, ഋഗ്വേദം, സാമവേദം, യജുർവേദം, അഥർവേദത്തിൽ ഇത് ഓൾഡസ്റ്റ് വേദം എന്നറിയപ്പെടുന്ന ഋഗ്വേദം. ഈ ഋഗ്വേദത്തില് ഒരു തരം പോപ്പുലേഷൻ കൗണ്ടിനെ പറ്റി മെൻഷൻ ചെയ്തിരുന്നു. അപ്പൊ ഋഗ്വേദം നമുക്കറിയാം ഏർലി വേദിക് പീരീഡ് എന്നൊക്കെ പറയുമ്പോൾ അതിനുശേഷമാണ് മഹാജനപദങ്ങളൊക്കെ വരുന്നത്. അപ്പൊ ആ കാലഘട്ടത്തിൽ എന്തുണ്ടായിരിക്കാം? ഈ പോപ്പുലേഷൻ കൗണ്ട്. അതാണല്ലോ സെൻസസിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. അടുത്തത് കൗഡില്യന്റെ അർത്ഥശാസ്ത്ര. കൗഡില്യൻ അല്ലെങ്കിൽ ചാണക്യൻ അല്ലെങ്കിൽ വിഷ്ണുഗുപ്തൻ സംസ്കൃതത്തിൽ എഴുതിയ പൊളിറ്റിക്കൽ, എക്കണോമിക്കൽ ആയിട്ടുള്ള ഒരു വർക്ക്, ഒരു ട്രീറ്റൈസ് ആണ് എന്ത്? അർത്ഥശാസ്ത്ര എന്ന് പറയുന്നത്. ഈ കൗഡില്യൻ ഏത് രാജാവിന്റെ പൊളിറ്റിക്കൽ അഡ്വൈസർ ആയിരുന്നു എന്ന് നിങ്ങളൊന്ന് പറയുക. ഇടയ്ക്കൊരു ഹിസ്റ്ററിയിലെ ചോദ്യം കൂടെ കൊടുക്കുന്നുള്ളൂ. അപ്പൊ ആളുടെ അർത്ഥശാസ്ത്രത്തില് ആള് പറയുന്നുണ്ട്, അതായത് ഈ കാലഘട്ടത്തിൽ രാജാവാരാണെന്ന് നിങ്ങൾക്കറിയാം. 320-296 കാലഘട്ടത്തിലാണ് ഈ അർത്ഥശാസ്ത്രം എഴുതപ്പെട്ടു എന്ന് വിചാരിക്കുന്നത്. അപ്പൊ അതിൽ അദ്ദേഹം സെൻസസിനെ പറ്റി പറയുന്നുണ്ട്. യെസ്, ടാക്സേഷൻ പർപ്പസിന് വേണ്ടി, നികുതി ചുമത്താനായിട്ട് നമ്മുടെ ജനങ്ങൾ അവർ ചെയ്യുന്ന തൊഴിലുകൾ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ പ്രോപ്പറായിട്ട് ക്രോഡീകരിക്കണം. ഈ ക്രോഡീകരണത്തിന്റെ മോഡേൺ ഫോമാണ് കാനേഷുമാരി അല്ലെങ്കിൽ സെൻസസ് എന്ന് പറയുന്നത്. ക്ലിയർ ആണേ? ഇപ്പോ മറ്റൊരു സ്റ്റെപ്പ്, ഐൻ ഇ അക്ബറി. നമുക്കറിയാം, മുഗൾ രാജാക്കന്മാരിലെ ഏറ്റവും പ്രധാനപ്പെട്ട രാജാവായിരുന്ന ഏകദേശം 49 മുതൽ 50 വർഷം വരെ ഭരണം നടത്തിയ അക്ബർ ചക്രവർത്തി. ഈ അക്ബർ ചക്രവർത്തിയുടെ കാലഘട്ടത്തെ പറ്റി പറയുന്ന വർക്കാണ് അക്ബർനാമ. അക്ബർനാമയ്ക്ക് 3 വോളിയങ്ങളുണ്ട്, 3 പാർട്ട്. അതിലെ 3ാമത്തെ പാർട്ട് എന്ന് പറയുന്നതാണ് ഐൻ ഇ അക്ബരി. അപ്പോൾ ആരാണ് ഈ അക്ബർനാമ എഴുതിയത് എന്നുള്ളത് നമ്മുടെ പ്രീവിയസ് ഒരു ക്വസ്റ്റൻ ആണ്. അക്ബറിന്റെ നവരത്നങ്ങളുടെ ഒരു ചങ്ങാതിയാണ്. ആരാണെന്ന ഉത്തരം നിങ്ങൾ പറയുക കേട്ടോ. ദ ഓതർ ഓഫ് അക്ബർനാമ. അപ്പൊ ഈ ഐൻ ഇ അക്ബരിയിൽ എന്ത് പറയുന്നുണ്ട്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ ആ അഡ്മിനിസ്ട്രേഷനെ സംബന്ധിക്കുന്ന ആളുടെ ജനങ്ങൾ, അവിടെ ഉണ്ടായിരുന്ന ഇൻഡസ്ട്രികൾ, ഓരോ വ്യക്തികളുടെ വെൽത്ത്, ഈ കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിരിക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, സെൻസസ് എന്ന് പറയുന്നത് പലരും പഠിച്ചു തുടങ്ങുന്ന പോലെ 1800കളിൽ തുടങ്ങിയ ഒരു പ്രക്രിയയല്ല. ഏൻഷ്യൻ ഇന്ത്യയിൽ മുതലേ സെൻസസിന് സിമിലർ ആയിട്ടുള്ള കാര്യങ്ങൾ ഇന്ത്യയിൽ നടന്നിരുന്നു. ഓക്കെ, ഇനി കുറച്ചുകൂടെ മുന്നോട്ട് വന്നു കഴിഞ്ഞാൽ നമ്മൾ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന, അല്ലെങ്കിൽ യൂറോപ്യൻസ് വന്നതിന് ശേഷമുള്ള സെൻസസിന്റെ കാലഘട്ടം, അതിനെ നമുക്ക് 2ആയിട്ട് തരംതിരിക്കാം. ഒന്ന്
പ്രീ ഇൻഡിപെൻഡന്റ് എറ ആൻഡ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് എറ. അപ്പോൾ പ്രീ ഇൻഡിപെൻഡന്റ് എറയിലെ ഒരു ഹിസ്റ്ററിക്കൽ സൈഡ് നമ്മൾ പറഞ്ഞു. ഇനി യൂറോപ്യൻസിന്റെ കാലഘട്ടത്തിലുള്ള പ്രീ ഇൻഡിപെൻഡന്റ് കാലഘട്ടം നമുക്ക് നോക്കാം. യെസ്, ലോകത്തിലെ ആദ്യത്തെ മോഡേൺ സെൻസസ് എന്ന് പറയുന്നത്, ലോകത്തിലെ ആദ്യത്തെ മോഡേൺ സെൻസസ് എന്ന് പറയുന്നത്, അപ്പോൾ ഇതൊക്കെ ഒരു ചോദ്യത്തിന് പൊട്ടൻഷ്യൽ ഉള്ള ഭാഗമാണ്. 1800 ഇംഗ്ലണ്ടിലെ രാജാവ് നടത്തിയതാണ്. അപ്പോൾ അവിടുത്തെ ജനസംഖ്യ മെഷർ ചെയ്യുക എന്നുള്ളതായിരുന്നു ഉദ്ദേശം. അവരുടെ ഡിപ്പെൻഡൻസീസ് അല്ലെങ്കിൽ അവരുടെ കോളനികൾ, ഇന്ത്യ ഉൾപ്പെടുന്ന അവരുടെ കോളനികളിൽ അവരൊന്നൊരു സെൻസസ് പ്രക്രിയ നടത്തിയിരുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇംഗ്ലണ്ടിൽ നടന്ന കാര്യം ഇന്ത്യ പോലുള്ള കോളനികളിൽ റെപ്ലിക്കേറ്റ് ചെയ്യപ്പെട്ടു. 1820-കൾ ഈ സെയിം മെത്തഡോളജി, ഇംഗ്ലണ്ടിൽ ഉപയോഗിച്ച സെയിം മെത്തഡോളജി ഉപയോഗിച്ച് നോട്ട് ചെയ്യുക. ഇന്ത്യയിലെ ഒരു സിറ്റിയിൽ ആദ്യമായിട്ട് സെൻസസ് നടക്കുകയാണ്. ഒരു ചോദ്യത്തിനുള്ള പൊട്ടൻഷ്യൽ ഉണ്ട്. ആ സിറ്റിയാണ് അലഹബാദ്. 1824. ഇന്നത്തെ പ്രയാഗ്രാജ്, നമ്മുടെ കുംഭമേള നടക്കുന്ന പ്രയാഗ്രാജ്, പഴയ അലഹബാദ്. ഓക്കെ, 1824 ഉത്തർപ്രദേശിലാണ്. ഇതിനോട് ചേർന്ന മറ്റൊരു സിറ്റിയാണ് ബനാറസ്, വാരണാസി, കാശി. അവിടെ 1827 മറ്റൊരു സെൻസസ് നടക്കുകയാണ്. അപ്പോൾ ഇന്ത്യയിൽ ഏത് സിറ്റിയിലാണ് ആദ്യമായി സെൻസസ് നടന്നതെന്ന് ചോദിച്ചാൽ അത് അലഹബാദാണ്. 2 ബനാറസ് ആണ്. രണ്ടും ഇന്നത്തെ ഉത്തർപ്രദേശിലാണ്. ഈ നടത്തിയ ചങ്ങാതിനെ നമുക്കറിയാം. ആ ചങ്ങാതിയുടെ പേരാണ് ജെയിംസ് പ്രിൻസെപ്പ്. ആ പേര് പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ വരും. ഈ ഇരിക്കുന്ന ചങ്ങാതി അല്ലേ, ഏഷ്യാറ്റിക് സൊസൈറ്റി ഓഫ് ബംഗാളിന്റെ കൂടെ ചേർന്ന് പ്രവർത്തിച്ച ചങ്ങാതി. ഖരോഷ്ടി ബ്രഹ്മി ലിപികളുമായി ദേവനാം പ്രിയദർശി അല്ലെങ്കിൽ ദേവനാം പ്രിയദർശി എന്ന് പറയുന്ന രാജാവുമായിട്ട് ഇദ്ദേഹത്തിന് ഭയങ്കരമായ ഒരു ബന്ധമുണ്ട്. എന്താണ് ആ ബന്ധം എന്നുള്ളത് അറിയാവുന്നവർ പറയുക കേട്ടോ. എന്താണ് ആ ബന്ധം? അതാണ് നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ പറയുക. ഖരോഷ്ടി ബ്രഹ്മി ലിപികളുമായിട്ട് ഇദ്ദേഹത്തിനുള്ള ബന്ധം എന്താണെന്ന് പറയുക. വർഷം 1830 ഒരു ഇന്ത്യൻ സിറ്റിയുടെ കംപ്ലീറ്റ് സെൻസസ്, അതായത് ഒരു അപ്ഗ്രഡേഷൻ നമ്മൾ കാണുന്നത്. ആ അലഹബാദിൽ നടന്നതിനേക്കാൾ കുറച്ചുകൂടെ ആധികാരികമായിട്ടുള്ള ഒരു സെൻസസ് നടക്കുന്നു. അത് ഇന്നത്തെ ഇന്ത്യയിലല്ല, അന്നത്തെ ബ്രിട്ടീഷ് ഇന്ത്യയിലാണ്. ആ സിറ്റിയാണ് ധാക്ക, ഇന്നത്തെ ബംഗ്ലാദേശിലാണ്. അങ്ങനെ ധാക്കയുടെ ഒരു കംപ്ലീറ്റ് സെൻസസ്, ഓക്കെ, നമ്മുടെ ജെയിംസ് പ്രിൻസിപ്പൽ നടത്തിയതിനേക്കാളും കുറച്ചുകൂടെ ആധികാരികമായിട്ട് നടത്തിയ ആ വ്യക്തിയുടെ പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ പേരാണ് ഹെൻറി വോൾട്ടർ. അപ്പോൾ നമുക്ക് നമ്മുടെ ഒരു PYQലേക്ക് പോകാം. ഹു ഈസ് കോൾഡ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ സെൻസസ്? യെസ്, ഇന്ത്യൻ സെൻസസിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് 1830 ധാക്കയിൽ ഒരു കംപ്ലീറ്റ് സിറ്റിയുടെ സെൻസസ് നടത്തിയ, അല്ലെങ്കിൽ ഒരു സിറ്റിയുടെ കംപ്ലീറ്റ് സെൻസസ് നടത്തിയ ഹെൻറി വോൾട്ടർ ആണ്. കേട്ടോ? ഓക്കെ, ഹെൻറി വോൾട്ടർ ആണ്. ക്ലിയർ ആണ്? അടുത്തത്, ഇനിയിപ്പോൾ ഈ പോയിന്റുകൾ നിങ്ങൾ ഓർത്തിരിക്കേണ്ടത് ഇത് ജെയിംസ് പ്രിൻസിപ്പ് ഇത്രയാണ്. ബാക്കിയുള്ളത് ഞാനൊരു എവല്യൂഷൻ പറഞ്ഞു പോകുമ്പോൾ അങ്ങ് പറഞ്ഞു പോകുന്നതാണ്. നമുക്കറിയാം സെൻസസ് എന്ന് പറയുന്നത് യൂഷ്വലി ഇന്ത്യയിൽ 10 വർഷം കൂടുമ്പോൾ നടത്തുന്ന ഒരു സാധനമാണ്. 11 അവസാനം നടന്നത്, 21 നടക്കണമായിരുന്നു. കോവിഡ് കാരണം ഡിലേ ചെയ്യപ്പെട്ടു എന്ന് നമുക്കറിയാം. സെൻസസിന് ഇത്ര വർഷം കൂടുമ്പോൾ നടക്കണം എന്നുള്ള ഒരു ഫോം വരുന്നത് 1840കളുടെ അവസാനമാണ്. അന്ന് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പറയുന്നു നമ്മൾ ക്വിൻകെനിയൽ സെൻസസ് നടത്തണം. ക്വിൻകെനിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 in 5 years, 5 വർഷം കൂടുമ്പോൾ നമ്മൾ എന്ത് നടത്തണം? സെൻസസ് നടത്തണം. അങ്ങനെ സെൻസസ് കുറെ കൂടെ റെഗുലർ ആകുന്നു. ആ റെഗുലർ ആയതിന്റെ അടിസ്ഥാനത്തിൽ 1850-കളിൽ 60-കളിൽ ബ്രിട്ടന്റെ 3 പ്രധാനപ്പെട്ട പ്രസിഡൻസീസ് ആയിരുന്ന മദ്രാസ്, ബോംബെ, കൽക്കട്ട ഇവിടങ്ങളിൽ സെൻസസ് നടക്കുകയാണ്. ഓക്കെ, അപ്പോൾ ആ വർഷം ഒന്ന് ഓർത്തിരിക്കണമെന്ന് ഞാൻ പറയില്ല. അപ്പൊ സെൻസസ് ഹാസ് ബിക്കം റെഗുലർ. അതിന് ഒരു എന്താ പറയുക, ഒരു യൂണിഫോം സ്ട്രക്ചർ, ഫോം വന്നിരുന്നു. അടുത്ത പ്രധാനപ്പെട്ട ഡെവലപ്മെന്റ്, അടുത്ത പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് 1872 ആണ്. ഫസ്റ്റ് ഓൾ ഇന്ത്യ സെൻസസ് നടന്ന വർഷം 1872 അന്നത്തെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി, നമുക്കറിയാം 1833 ചാർട്ടർ ആക്ട് മുതൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നൊരു ടൈറ്റിൽ വരുന്നുണ്ട്. അത് 1858 വൈസ്രോയി ആകുന്നുണ്ട്. അപ്പോൾ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ എന്നോ വൈസ്രോയി എന്നോ നിങ്ങളോട് ചോദിക്കാം. അന്നത്തെ ഇന്ത്യയുടെ വൈസ്രോയി അല്ലെങ്കിൽ ഗവർണർ ജനറൽ ഓഫ് ഇന്ത്യ ഇദ്ദേഹത്തിന്റെ പേരാണ് ലോർഡ് മയോ. 1869 മുതൽ 1872 വരെ ഇന്ത്യയുടെ ഗവർണർ ജനറൽ ആയിരുന്ന വ്യക്തി, ആൻഡമാൻ നിക്കോബാറിൽ ജയിലിൽ വിസിറ്റ് ചെയ്തപ്പോൾ കൊല്ലപ്പെട്ട വ്യക്തി, ഓഫീസിലിരിക്കുമ്പോൾ കൊല്ലപ്പെട്ട ഏക വൈസ്രോയും ഇദ്ദേഹം തന്നെയാണ്. ലോർഡ് മയോ, നമ്മളത് പറയും മയണൈസ് കഴിച്ച് മരിച്ചു എന്ന് ഓർത്താൽ മതി എന്ന് ക്ലാസ്സിൽ പറയാറുണ്ട് അല്ലേ. അദ്ദേഹമാണ് ആദ്യത്തെ ഓൾ ഇന്ത്യ സെൻസസ് നടത്തിയത്. ഓൾ ഇന്ത്യ സെൻസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബ്രിട്ടീഷ് ഇന്ത്യയുടെ പല ടെറിട്ടറീസും അത് കവർ ചെയ്തിരുന്നില്ല. അപ്പോൾ ഓരോ തവണയും ലൂപ്പ് ഹോൾ കുറച്ച് കൊണ്ടുവരികയാണ്. 1872 ഫസ്റ്റ് ഓൾ ഇന്ത്യ സെൻസസ്. ക്ലിയർ? അങ്ങനെ മുന്നോട്ട് പോകുന്നു. ഏകദേശം 10 വർഷം കഴിയുമ്പോഴത്തേക്കും 1882 ആണല്ലേ. അതിന് തൊട്ട് മുന്നേ 1881 അന്നത്തെ വൈസ്രോയി, ആ പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, റിപ്പൺ ബിൽഡിംഗ് എന്നുള്ള പേരിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, ലോർഡ് റിപ്പൺ.
ഗവർണർ ജനറൽമാരെ പറ്റി പഠിക്കുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പഠിക്കാറുണ്ട്. ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിൽ നടന്ന എന്തെങ്കിലും ഒരു ഡെവലപ്മെന്റ് ഓർമ്മയുണ്ടെങ്കിൽ, വിൽബർട്ട് ബിൽ കോൺട്രവേഴ്സി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, അതൊക്കെ ലോർഡ് റിപ്പൺ ആണോ ആണെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ഇവന്റ് ഓർത്തെടുക്കാനായിട്ട് ശ്രമിക്കുക. വേറെ ഒന്നുമല്ല, ഓരോ പേര് പറയുമ്പോഴും എന്തൊക്കെയോ കേട്ടിട്ടുണ്ടെന്നൊന്ന് ഓർത്തെടുക്കാനായിട്ട് ഒരു റിവിഷൻ പോലെ ശ്രമിക്കുക. ഇല്ല, ഇനി കമൻ്റായിട്ട് പറയണോ നിങ്ങൾക്ക് ആ ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിലെ ഡെവലപ്മെന്റ്സിൽ കമൻ്റായിട്ട് പറയാം. ഓക്കെ, ലോർഡ് റിപ്പന്റെ കാലഘട്ടത്തിൽ, അതായത് 1880 മുതൽ 1884 വരെ ഇന്ത്യയുടെ വൈസ്രോയായി അദ്ദേഹം ഇരുന്നപ്പോൾ ഹീ സ്റ്റാർട്ടഡ് ഫസ്റ്റ് സിൻക്രണസ് ഡെക്കനിയൽ സെൻസസ്. ഡെക്കനിയൽ സെൻസസ് എന്ന് പറയുമ്പോൾ once in 10 years. അപ്പോൾ ആദ്യ ഓൾ ഇന്ത്യ സെൻസസ് നടത്തിയത് മായോ ആണെങ്കിലും ആദ്യത്തെ 10 വർഷം കൂടുമ്പോൾ തുടങ്ങുന്ന സെൻസസിന് തുടക്കം കുറിച്ചത് 1881 തുടക്കം കുറിച്ചത് റിപ്പൺ പ്രഭുവാണ്. ക്ലിയർ. അപ്പോൾ അദ്ദേഹം ഓർഡർ കൊടുക്കുള്ളൂ, അല്ലാണ്ട് മൂപ്പര് ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യില്ല. ഫീൽഡിൽ ഇറങ്ങി വർക്ക് ചെയ്യുന്ന ആളാണ്, അദ്ദേഹമാണ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. അപ്പോൾ 1881 സെൻസസ് നടത്തിയത് ആരാണെന്ന് ചോദിക്കുമ്പോൾ റിപ്പണിന്റെ പേരില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പേരുണ്ടാവും. ഇദ്ദേഹത്തിന്റെ പേരാണ് W.C. പ്ലൗഡൻ. അപ്പോൾ അന്നത്തെ വൈസ്രോയി ആയിരുന്നു ലോർഡ് റിപ്പൺ. അദ്ദേഹത്തിന് വേണ്ടി സെൻസസ് നടത്തി സെൻസസ് കമ്മീഷണറാണ് W.C. പ്ലൗഡൻ. ക്ലിയർ. അന്ന് ഏകദേശം ഇന്ത്യൻ കോണ്ടിനെന്റിലെ, ബ്രിട്ടീഷ് ഇന്ത്യയിലെ ഓൾമോസ്റ്റ് എല്ലാ ടെറിട്ടറിയും, കശ്മീർ മാത്രം ഉണ്ടായിരുന്നില്ല, ബാക്കി എല്ലാ ടെറിട്ടറിയും ഈ സെൻസസ് കവർ ചെയ്തിരുന്നു. അപ്പോൾ 1872 കുറെ കൂടെ ആധികാരികമായിട്ടുള്ള സെൻസസ് ഇതായിരുന്നു. എന്നാൽ ഫസ്റ്റ് ഇന്ത്യൻ സെൻസസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 1872 തന്നെ നമ്മൾ പറയണം കേട്ടോ. നമ്മൾ ഇപ്പോഴത്തെ സെൻസസിനെ 15ാമത്തെ സെൻസസ്, 14ാമത്തെ സെൻസസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ 1872 മുതലാണ് അതിനെ കൗണ്ട് ചെയ്തത്. ഈ 1881 തുടങ്ങിയതിന് ശേഷം 1941 വരെ എല്ലാ വർഷവും സെൻസസ് നടന്നിട്ടുണ്ട്. ഇടയ്ക്ക് ചില മാറ്റങ്ങളൊക്കെ വന്നിട്ടുണ്ട്, ലോകമായുധങ്ങളൊക്കെ വരുമ്പോൾ ചെറിയ ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ടെന്നല്ലാതെ എല്ലാ വർഷവും എന്നല്ല, എല്ലാ 10 വർഷവും സെൻസസ് കൃത്യമായി നടന്നിട്ടുണ്ട്. 941 ബ്രിട്ടൻ അവസാനമായിട്ട് ഇന്ത്യയിൽ നടത്തിയ സെൻസസ്. 47 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. 951 മുതൽ നമ്മൾ സെൻസസ് നടത്തി വരുന്നു. അപ്പോൾ ഇതാണ് പ്രീ ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി എന്ന് പറയുന്നത്. ഇനി പോസ്റ്റ് ഇൻഡിപെൻഡന്റ് ഹിസ്റ്ററി നമുക്കൊന്ന് നോക്കാം. 1947 ശേഷം എന്താണ് സംഭവിച്ചത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് കുറച്ചു മുന്നേ 1943 ഒരു ബ്രിട്ടീഷ് സിവിൽ സർവന്റ് ജോസഫ് വില്യം ബോർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അപ്പൊ ഈ കമ്മിറ്റീസ് ഒക്കെ ചോദിക്കുമ്പോൾ ചിലപ്പോൾ ചോദിക്കാം ബോർ കമ്മിറ്റി. യെസ്, ജോസഫ് വില്യം ബോറിന്റെ കീഴിലുള്ള ബോർ കമ്മിറ്റി. ആ കമ്മിറ്റിയുടെ ഒഫീഷ്യൽ പേര് വേറൊന്നുമല്ല, ഹെൽത്ത് സർവേ ആൻഡ് ഡെവലപ്മെന്റ് കമ്മിറ്റി. അപ്പോൾ സർവേ നടത്തുക എന്നുള്ള ആശയത്തിൽ ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നു. അവർ കുറെ സജഷൻസ് പറയുന്നുണ്ട്. ഈ സജഷൻസ് എല്ലാം ഓർത്തെടുക്കേണ്ട. ഈ 2 സജഷൻസ് ഞാൻ ഓർത്തിരിക്കാൻ പറയാൻ കാരണം ഈ സജഷൻസ് ഇന്നും റിലവൻ്റ് ആണ്. ഈ സജഷൻസിൽ നിന്ന് നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റിലവൻ്റ് ആയിട്ടുള്ള ആ 2 സജഷൻസ് എന്ന് നമുക്ക് കാണാം. ഒന്നാമത്തെ സജഷൻ നോക്കുക, എ രജിസ്ട്രാർ ജനറൽ പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഷുഡ് ബി അപ്പോയിന്റഡ്. അതായത് പോപ്പുലേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ്, ജനസംഖ്യയുടെ ഒരു ട്രെൻഡൊക്കെ മെഷർ ചെയ്യാനായിട്ട് ഒരു രജിസ്ട്രാർ ജനറലിനെ അപ്പോയിന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കാരണം ഇന്നും ഇന്ത്യയിൽ സെൻസസ് നടത്തുന്നത് ഒരു സെൻസസ് കമ്മീഷണറാണ്. യെസ്, അദ്ദേഹത്തെ പറ്റി ഇതാ ഈ അടുത്ത് വന്നൊരു വാർത്ത. എന്താ, 2026 വരെ ആരുടെ, മൃത്യുഞ്ജയ് നാരായണന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തു. ആരാണ് മൃത്യുഞ്ജയ് നാരായണൻ? യെസ്, ഈ മൃത്യുഞ്ജയ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ആ ഒരു രീതിയിൽ തന്നെ ഓർത്തിരിക്കാം. മൃത്യുവിനെ ജയിച്ചവൻ, ജീവിച്ചിരിക്കുന്ന ആളുകളുടെ എണ്ണം എടുക്കുന്ന സാധനം സെൻസസ്. അപ്പോൾ മൃത്യുഞ്ജയന്റെ പണി എന്താണ്? സെൻസസ് കമ്മീഷണർ. അപ്പോൾ 2026 വരെ അദ്ദേഹത്തിന്റെ കാലാവധി എക്സ്റ്റെൻഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പരീക്ഷ എഴുതാൻ പോകുമ്പോഴും അദ്ദേഹത്തിന്റെ കാലാവധി അദ്ദേഹം തന്നെയായിരിക്കും ഇന്ത്യയുടെ സെൻസസ് കമ്മീഷണർ. നാളെ ഒരാൾ ഈ വീഡിയോ കാണുമ്പോൾ സെൻസസ് കമ്മീഷണർ മാറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ടൊന്ന് അപ്ഡേറ്റ് ചെയ്യുക കേട്ടോ. സെൻസസ് കമ്മീഷണറുടെ പേര് മാറുമ്പോൾ അപ്ഡേറ്റ് ചെയ്യുക. അപ്പോൾ അത് ബോർ കമ്മിറ്റിയുടെ സജഷനാണ്. എന്താ രണ്ടാമത്തെ സജഷൻ? പോപ്പുലേഷൻ ഷുഡ് ബി ദ സബ്ജക്ട് ഓഫ് സെൻട്രൽ സ്റ്റഡി. ജനസംഖ്യയെ പറ്റി പഠിക്കേണ്ടത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്തമാണെന്നാണ് പറയുന്നത്. നമുക്കറിയാം 7th ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഇന്ത്യയെ ഇന്ത്യൻ സിസ്റ്റത്തിനെ 3 ലിസ്റ്റുകളായിട്ട് തരംതിരിക്കുന്നു. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. അതിൽ യൂണിയൻ ലിസ്റ്റ് ഏറ്റവും കൂടുതൽ ഐറ്റംസ് ഉള്ള യൂണിയൻ ലിസ്റ്റ് 7th ഷെഡ്യൂളിലെ യൂണിയൻ ലിസ്റ്റിലെ 69ാമത്തെ ഐറ്റം നിങ്ങൾ വായിക്കുക. 69ാമത്തെ ഐറ്റം ആയിരിക്കും സെൻസസ്. അപ്പോൾ സംസ്ഥാനം സെൻസസ് നടത്തിയ കാര്യം നിങ്ങൾ കാണാറില്ല. കാരണം സെൻസസ് എന്ന് പറയുന്നത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. അത് പാർലമെന്റിന്റെ പർവ്യൂവിൽ, കേന്ദ്രത്തിന്റെ പർവ്യൂവിൽ വരുന്നു. ഓക്കെ, സ്വാതന്ത്ര്യം കിട്ടി തൊട്ടടുത്ത വർഷം ഒരു നിയമം പാസ്സാക്കുന്നു, സെൻസസ് ആക്ട് ഓഫ് 1948. സെൻസസ് ആക്ട് ഓഫ് 1948. അപ്പോൾ അവർ എന്ത് ചെയ്യുന്നു? കേന്ദ്ര ഗവൺമെന്റിനോട് പറയുന്നു, ഇറ്റ് ഈസ് യുവർ റെസ്പോൺസിബിലിറ്റി ടു കണ്ടക്ട് സെൻസസ്. ബോർ കമ്മിറ്റിയുടെ സജഷനാണ്. രണ്ടാമത്തെ കാര്യം നിങ്ങൾ നോട്ട് ചെയ്യുക,
രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ഓഫ് ഇന്ത്യ. രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്നൊരു സ്ഥാനം വരുന്നു. അദ്ദേഹമാണ് ഇന്ത്യയിൽ സെൻസസ് നടക്കുന്നതിന്റെ അതോറിറ്റി എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്ന ഒരു ചോദ്യം, ഇറ്റ് കംസ് അണ്ടർ ദ മിനിസ്ട്രി ഓഫ് ഡാഷ്. ഏത് മിനിസ്ട്രിയുടെ വകുപ്പിന്റെ കീഴിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സ്. യെസ്, മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന്റെ കീഴിൽ വരുന്ന രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ പ്രസന്റ്ലി മൃത്യുഞ്ജയ് നാരായണൻ ആയിരിക്കും 2026 പ്രോബബ്ലി സെൻസസിന് തുടക്കം കൊടുക്കുന്നത്. അപ്പോൾ ആരാണ് ഇപ്പോഴത്തെ യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് എന്ന് ഉത്തരം അറിയാവുന്നവരൊന്ന് പറയുക കേട്ടോ. ഓക്കെ, യൂണിയൻ മിനിസ്റ്റർ ഫോർ ഹോം അഫയേഴ്സ് ആരാണെന്ന് അറിയാവുന്നവർ പറയുക. അങ്ങനെ സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ സെൻസസ് നടക്കുന്നു. വർഷം 1951. 1951 സെൻസസും പിന്നെ ഇങ്ങോട്ടുള്ള സെൻസസുകളൊക്കെ നടക്കുന്ന ഏത് നിയമത്തിന് കീഴിലാണ്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, 1948 സെൻസസ് ഓഫ് ഇന്ത്യ ആക്ട് 51, 61, 71, 81 അങ്ങനെ പോയി. ഇന്ത്യയിലെ ഏറ്റവും ഒടുവിലത്തെ സെൻസസ്, ലാസ്റ്റ് സെൻസസ് നടന്നപ്പോഴാ 2011. അപ്പൊ നമ്മൾ 1800-കളിലെ 872 ആദ്യത്തെ സെൻസസ് നിന്ന് കൗണ്ട് എടുത്തു കഴിഞ്ഞാൽ 2011 ഇന്ത്യയിൽ നടന്നത് ഇന്ത്യയിലെ 15ാമത്തെ സെൻസസ് ആണ്. 15ാമത്തെ സെൻസസ്. അപ്പൊ ഇനി നടക്കാൻ പോകുന്നത് ഇന്ത്യയിലെ 16ാമത്തെ സെൻസസ് ആയിരിക്കും. ക്ലിയർ? ഈ 1948 നിയമത്തിന് ഒരു പ്രത്യേകതയുണ്ട്. യൂണിയൻ ഗവൺമെന്റ് സെൻസസ് നടത്തണമെന്ന് പറഞ്ഞപ്പോൾ അവർ കൃത്യമായിട്ട് നിങ്ങൾ ഈ പെർട്ടിക്കുലർ ദിവസം തന്നെ നടത്തണം എന്നൊന്നും പറഞ്ഞിട്ടില്ല. ഈ പർട്ടിക്കുലർ ദിവസം ഇത്ര വർഷം കൂടുമ്പോൾ നടത്തണം എന്ന് പറഞ്ഞിട്ടില്ല. യൂഷ്വലി 10 വർഷം കൂടുമ്പോൾ നടക്കുന്ന ഡെക്കനിയൽ സെൻസസ് സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എന്നാൽ കോവിഡും മറ്റും കാരണം 2021 സെൻസസ് പോസ്റ്റ്പോൺ ചെയ്യപ്പെടുന്നു. ഇനി നമുക്ക് കറണ്ട് അഫയേഴ്സിലേക്ക് വരാം. ഈ അടുത്ത് വന്ന ഒരു വാർത്തയാണ് ജൂൺ 16, 2025 വന്ന നമ്മുടെ ഗസ്റ്റിൽ പബ്ലിഷ് ചെയ്യപ്പെട്ട നോട്ടിഫിക്കേഷനാണ്. ഇന്ത്യയുടെ അടുത്ത സെൻസസ് നടക്കാൻ പോകുന്നത് 2 ഫേസിലായിരിക്കും. 2026 ഒക്ടോബർ മാസം ഇന്ത്യയിലെ ഹിമാലയൻ സംസ്ഥാനങ്ങളിൽ അത് തുടങ്ങും. കുറച്ചുകൂടെ കഴിഞ്ഞ്, കാരണം അവിടെയൊക്കെ ആക്സസിബിലിറ്റി ബുദ്ധിമുട്ടാണ്, അവിടെ ആദ്യമേ തുടങ്ങും. 2027 മാർച്ച് മാസം ഇന്ത്യയിലെ ബാക്കിയുള്ള സംസ്ഥാനങ്ങളുമായി സെൻസസ് നടക്കും. അപ്പോൾ 2028-29 മുതൽ പരീക്ഷയ്ക്ക് നമ്മളോട് കൂടുതൽ ചോദിക്കാൻ പോകുന്നത് ഈ സെൻസസ് ആയിരിക്കും. 2010 സെൻസസിൽ നിന്നും പതുക്കെ മാറും. ക്ലിയർ ആണേ? യെസ്. അപ്പൊ സെൻസസിന്റെ ചരിത്രം ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. സെൻസസിന്റെ എവല്യൂഷൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ഋഗ്വേദിക് കാലഘട്ടം മുതൽ ബ്രിട്ടീഷ് കാലഘട്ടം മുതൽ പോസ്റ്റ് ഇൻഡിപെൻഡന്റ് കാലഘട്ടം വരെയുള്ള ഒരു ഫ്ലോ നിങ്ങൾക്ക് തന്നു എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് 2010 സെൻസസിലേക്ക് പോകാം. പോകുന്നതിന് മുമ്പ് ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയണം. ഇന്ത്യ എവിടെ നിൽക്കുന്നു എന്ന് നമുക്കറിയണം. അപ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഹൂ റിലീസസ്, അല്ലെങ്കിൽ വിച്ച് ഏജൻസി റിലീസസ് ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട്? ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട് വർഷാവർഷം റിലീസ് ചെയ്യുന്ന 2025 റിലീസ് ചെയ്യപ്പെട്ട ആ റിപ്പോർട്ട് റിലീസ് ചെയ്യുന്നത് യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയാണ് UNFPA. UNFPA എന്താണ് UNFPA? എവിടെയാണ് അതിന്റെ ഹെഡ് ക്വാർട്ടേഴ്സ്? അപ്പോൾ സ്പെഷ്യൽ ഏജൻസി എന്ന് പറയുമ്പോൾ അതിനൊരു ഡയറക്ടർ ഉണ്ടാകും, ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാകും. ഡയറക്ടറിന്റെ പേര് ഓർത്തിരിക്കണം ഞാൻ പറയുന്നില്ല, കാരണം WHO പോലെ അല്ലെങ്കിൽ IMF പോലെ വേൾഡ് ബാങ്ക് പോലെ അത്ര പ്രധാനപ്പെട്ട ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസി അല്ല. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയാണെന്ന് നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ UNFPA ആണ് എന്ത് റിലീസ് ചെയ്യുന്നത്? ദ സ്റ്റേറ്റ് ഓഫ് വേൾഡ് പോപ്പുലേഷൻ റിപ്പോർട്ട്. അപ്പോൾ എവിടെയാണ് അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ന് പറയുക? അപ്പോൾ മനസ്സിലാക്കുക, ആ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ 190-ലധികം റെക്കഗ്നൈസ്ഡ് രാജ്യങ്ങളുള്ള നമ്മുടെ യുണൈറ്റഡ് നേഷൻ റെക്കഗ്നൈസ് ചെയ്ത രാജ്യങ്ങളുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ ജനസംഖ്യ എന്ന് പറയുന്നത് ഇന്ത്യ മഹാരാജ്യത്താണ്. അപ്പോൾ 2025 ആ റിപ്പോർട്ട് വന്നപ്പോൾ ഇന്ത്യയിൽ 1.46 ബില്യൺ പീപ്പിൾ ഉണ്ടായിരുന്നു. ക്ലിയർ ആണോ? അപ്പോൾ മില്യൺ, ബില്യൺ, ട്രില്യൺ ഒക്കെ നമുക്കറിയാം. അപ്പോൾ മനസ്സിലാക്കുക, ഏകദേശം 150ഓളം കോടി ജനങ്ങൾ ഇന്ത്യയിൽ ഉണ്ടായിരുന്നു. ഇന്ത്യ ഇപ്പോൾ ചൈനയെ ഓവർടേക്ക് ചെയ്തിരിക്കുന്നു. ഇന്ന് ലോകത്തെ ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഉള്ള ദ മോസ്റ്റ് പോപ്പുലസ് കൺട്രി ഇൻ ദ വേൾഡ് എന്ന് പറയുന്നത് നമ്മുടെ രാജ്യമാണ്, ഇന്ത്യയാണ്. ഏകദേശം 1.5 ബില്യൺ ആണ് ഇന്ത്യയുടെ പോപ്പുലേഷൻ എന്ന് പറയുന്നത്. കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരു നമ്പർ നമുക്ക് ഈ സെൻസസ് കൂടെ വരുമ്പോൾ കിട്ടും കേട്ടോ. കുറച്ചുകൂടെ ഒഫീഷ്യൽ ആയിട്ടൊരു നമ്പർ കിട്ടാനായിട്ട് സമയമെടുക്കും. ക്ലിയർ? അപ്പൊ നമുക്ക് ഈ റിപ്പോർട്ട് പ്രകാരം ആര് റിലീസ് ചെയ്തു എന്ന് ചോദിക്കാം. രണ്ടാമത് ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ചോദ്യം, ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള രാജ്യങ്ങൾ. അപ്പൊ ഈ റിപ്പോർട്ട് പ്രകാരം ലോകത്തിലെ ഏറ്റവും ജനസംഖ്യയുള്ള 10 രാജ്യങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്. നമ്മളിത് കാണാതെ പഠിക്കണ്ട. ഏതൊക്കെയാണ്? ഇന്ത്യ, ചൈന, US. ഇന്ത്യ, അയൽക്കാര് ചൈന, US. പിന്നെ നമ്മുടെ മനസ്സിലധികം വരാത്ത രാജ്യ ഇന്തോനേഷ്യ, പാകിസ്ഥാൻ, നൈജീരിയ, ബ്രസീൽ, ബംഗ്ലാദേശ്, റഷ്യ, മെക്സിക്കോ, എത്യോപ്യ, ജപ്പാൻ. 10-12 രാജ്യങ്ങൾ തന്നിട്ടുണ്ട്. നമുക്കതൊരു ഓർഡറിൽ ഒരു കോഡിലൂടെ പഠിക്കാം.
കോഡ് ഇതാണ്. നമുക്കറിയാം ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ എവിടെ പോയാലും യുദ്ധമാണ് അല്ലേ. ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒക്കെ ഒരു പശ്ചാത്തലത്തിൽ നമുക്ക് ഓർത്തിരിക്കാം. അപ്പോൾ രണ്ടുപേരും ICUവിലാണെന്ന് വിചാരിക്കട്ടെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഓപ്പറേഷൻ സിന്ദൂറൊക്കെ കഴിഞ്ഞിട്ട് ന്യൂക്ലിയർ വെപ്പൺ എടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പൊട്ടിച്ച് കളിച്ചായിരുന്നെങ്കിൽ നമ്മൾ ICUവിലാവും. ആ ICUവിലും നമ്മൾ യുദ്ധം ചെയ്യും. ICUവിൽ ഇന്ത്യ പാക് യുദ്ധം നടക്കുന്നു. ഇന്ത്യ പാക് എന്ന് ഓർക്കണ്ട, ഇൻഡോ പാക് യുദ്ധം എന്ന് ഓർത്താൽ മതി. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? നീ ഇത് റിപ്പോർട്ട് ചെയ്യണം. ചില ചാനലുകൾ പറഞ്ഞിട്ടില്ല, ഇന്ത്യക്ക് 5 ഫൈറ്റർ ജെറ്റ് നഷ്ടപ്പെട്ടു, ഇത്ര പേരെ പിടിച്ചു, അവിടെ പോയിട്ട് ബോംബിട്ടു, അവിടെ കപ്പൽ തകർത്തു, പിന്നെ പറയും ഞങ്ങൾക്ക് അബദ്ധം പറ്റി. യൂഷ്വലി അബദ്ധം പറ്റിയെന്ന് പറയാറില്ല. അപ്പോൾ അങ്ങനെ ഒരു ചാനലാണ് ബിഗ് ബോസ് ചാനൽ എന്ന് വിചാരിച്ചോളുക. അവിടെ പോയി റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കാശ് കിട്ടും. ഈ ഇംഗ്ലീഷ് സിനിമ നിങ്ങൾ നൈറ്റ് ക്രോളർ എന്നൊരു സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ വിറ്റ് വാർത്തകൾ വിറ്റ് കാശുണ്ടാക്കുന്ന ഒരു പരിപാടി നമ്മുടെ നാട്ടിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ICUവിൽ ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു. നീ ഇത് ബിഗ് ബോസിൽ റിപ്പോർട്ട് ചെയ്ത് മണി ഉണ്ടാക്കണം എന്തിനാ? നമുക്ക് ജപ്പാൻ പോകാം അല്ലേ. ജപ്പാൻ പോകണം എന്ന് സ്ഥിരം ആഗ്രഹം പറയുന്ന ഒരു കൂട്ടുകാരൻ എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആൾക്ക് വേണ്ടി ഞാൻ ഈ കോഡ് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. എനിക്കുണ്ടായിരുന്നു എന്ന് വെച്ചാൽ കൂട്ടുകാരൻ എപ്പോഴും ഉണ്ട്, പക്ഷെ ആൾ ജപ്പാൻ പോയിട്ടില്ല എന്ന് മാത്രം. അപ്പോൾ കോഡ് ഇതാണ്: ICU, I ഇന്ത്യ, C ചൈന, U USA. ICUവിൽ ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു. ഇന്തോനേഷ്യ. അവിടെ ഇന്ത്യ എന്ന് പറയരുത്, കാരണം ഇന്ത്യ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യമാണെന്ന് നമുക്കറിയാം. ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു. പാകിസ്ഥാൻ. ICUവിൽ ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു. നീ ഇത് റിപ്പോർട്ട് ചെയ്യണം. നീ നൈജീരിയ. കേട്ടോ? അപ്പോൾ മനസ്സിലാക്കുക, ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ആഫ്രിക്കൻ രാജ്യം നൈജീരിയ, ഏറ്റവും പോപ്പുലേഷൻ കൂടിയ ഏഷ്യൻ രാജ്യം ഇന്ത്യ. ക്ലിയർ ആണേ? നോർത്ത് അമേരിക്കൻ രാജ്യം എന്ന് പറയുന്നത് USA. ഇവിടെ ഒന്നും നമ്മൾ ആരെ കണ്ടിട്ടില്ല? ഒരു യൂറോപ്യൻ രാജ്യത്തിനെ കണ്ടിട്ടില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പം അങ്ങനെയുള്ള രീതിയിൽ നമുക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദ്യങ്ങളിൽ ആ രീതിയിലും ചോദ്യങ്ങൾ വരാം. നീ ഇത് ബിഗ് ബോസിൽ റിപ്പോർട്ട് ചെയ്യണം. ബിഗ് ബോസ് 2B വരുന്നുണ്ട്. ഏതൊക്കെയാ? ബ്രസീലും ബംഗ്ലാദേശും. അപ്പോൾ ബ്രസീലും ബംഗ്ലാദേശും കാണുമ്പോൾ നമുക്കറിയാം ബ്രസീല് വലിയ ഒരു രാജ്യമാണ്, ടെറിട്ടറി കൂടുതലാണ്. അതുകൊണ്ട് നമുക്ക് അവർക്ക് ആദ്യം സ്ഥാനം കൊടുക്കാം. ഓക്കെ, വലിപ്പത്തിലൊന്നും കാര്യമില്ല എന്നുള്ളത് നമുക്ക് ഇവിടെ മനസ്സിലായ കാര്യമാണ്. രാജ്യത്തിന്റെ വലിപ്പം പോപ്പുലേഷൻ തമ്മിൽ എപ്പോഴും ബന്ധം പറയാൻ പറ്റില്ല. കാരണം ബംഗ്ലാദേശ് എന്ന് പറയുന്ന കുഞ്ഞൻ രാജ്യം ഇവിടെ കിടക്കുന്നുണ്ട്. അതിനും താഴെയാണ് ലോകത്തിലെ ഏറ്റവും വലിയ രാജ്യമായിട്ടുള്ള റഷ്യ കിടക്കുന്നത്. എന്നാലും BB വരുമ്പോൾ ആര് പോകാതിരിക്കാനായി വലിപ്പം കൂടിയ ബ്രസീലിന് നമ്മളൊരു സ്ഥാനം കൊടുക്കുന്നു. അപ്പോൾ സൗത്ത് അമേരിക്കയിലെ ഏറ്റവും പോപ്പുലേഷൻ കൂടിയ രാജ്യം ബ്രസീലാണ്. നീ ഇത് ബിഗ് ബോസിൽ റിപ്പോർട്ട് ചെയ്യുക. ആദ്യത്തെ B എന്ന് പറയുന്നത് ബ്രസീല്, രണ്ടാമത്തെ B എന്ന് പറയുന്നത് ബംഗ്ലാദേശ്. എന്താ ചെയ്യണ്ടേ? റിപ്പോർട്ട് ചെയ്യണം. R റഷ്യ. മണി ഉണ്ടാക്കണം. M മെക്സിക്കോ. E എത്തിയോപ്യ. എന്തിനാ? ജപ്പാനിൽ പോകാനായിട്ട്. ക്ലിയർ ആണോ? അപ്പം നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാകും, യുറേഷ്യൻ രാജ്യം എന്ന് പറയുമ്പോൾ റഷ്യ വരാമെന്നല്ലാതെ ഒരു ലീഡിംഗ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യം, എക്കണോമിക്കലി ലീഡിംഗ് ആയിട്ടുള്ള യൂറോപ്യൻ രാജ്യം, അത് ജർമ്മനി ആകട്ടെ, ഫ്രാൻസ് ആകട്ടെ, UK ആകട്ടെ, അല്ലെങ്കിൽ ഇറ്റലി പോലത്തെ ഫേമസ് ആയിട്ടുള്ള രാജ്യങ്ങളാകട്ടെ, സ്പെയിൻ ആകട്ടെ, പോർച്ചുഗൽ ആകട്ടെ, ഇവരൊന്നും അത്ര റിച്ച് അല്ല. നമുക്കിതിൽ കാണാനായിട്ട് സാധിക്കുന്നില്ല എന്നുള്ള ട്രെൻഡും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പം നമ്മുടെ കോഡ് എന്താണ്? ICUവിൽ ഇൻഡോ പാക് യുദ്ധം നടക്കുന്നു. നീ ഇത് ബിഗ് ബോസിൽ റിപ്പോർട്ട് ചെയ്ത് മണി ഉണ്ടാക്കണം. ജപ്പാൻ പോകാം. ക്ലിയർ ആണേ? യെസ്, ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്കറിയാം RRB പരീക്ഷകൾ ഇനി എല്ലാ വർഷവും ഉണ്ടാകും. അതിൻ്റെ ഒരു അപ്ഡേറ്റ് നമുക്ക് കിട്ടിയതാണ്. അപ്പോൾ RRBയുടെ ഏറ്റവും ഗ്ലാമറസ് ആയിട്ടുള്ള ഒരു പരീക്ഷ എന്ന് പറയുന്നത്, അത് ഞാൻ ബാക്കിയുള്ള പരീക്ഷകൾ കുറച്ച് കാണുന്നല്ല, എന്താ ALP ഗ്ലാമറസ് അല്ലേ എന്ന് പറയുന്നതല്ല, എന്നാലും കൂടുതൽ ആളുകളും പ്രിഫർ ചെയ്യുന്ന, കൂടുതൽ ആളുകൾ എഴുതുന്ന ഒരു പരീക്ഷ എന്ന് പറയുന്നത് NTPC നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ് പരീക്ഷയാണ്. അപ്പോൾ NTPC പരീക്ഷ ഫോക്കസ് ചെയ്ത് അതിനെ ഓറിയൻറ്റ് ചെയ്ത് നമ്മൾ പുതിയൊരു ഓൺലൈൻ ബാച്ച്, ഒരു റെഗുലർ ബാച്ച് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ 450 മണിക്കൂറിലധികം ലൈവ് ക്ലാസ്സുകൾ. നിങ്ങൾക്കറിയാം ദിവസം 2 മുതൽ 4 ക്ലാസ് വരെ, യൂഷ്വലി 3-4 ക്ലാസ്സുകൾ ഉണ്ടാകും. ആഴ്ചയിൽ 5-6 ദിവസം ഒരു ദിവസം റിവിഷന് വേണ്ടി മാറ്റിവെച്ച് ബാക്കി എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകൾ ഉണ്ടാകും. അതിൻ്റെ റെക്കോർഡഡ് ക്ലാസ് അവൈലബിൾ ആയിരിക്കും. അങ്ങനെ പുതിയൊരു ബാച്ച് സൈലം ആരംഭിക്കുകയാണ്. അപ്പോൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള ഫീലാണ് ഈ ബാച്ച് നമ്മൾ ആരംഭിക്കുന്നത്. 4000 രൂപയ്ക്ക് ചോടെ വരുന്നുള്ളൂ. 3999 രൂപ. അപ്പോൾ വരുന്ന ജൂലൈ മാസമായിരിക്കും നമ്മൾ ഈ ബാച്ച് ആരംഭിക്കുന്നത്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാൻ നിങ്ങൾക്ക് വീഡിയോയുടെ താഴെ തന്നിട്ടുള്ള ഡിസ്ക്രിപ്ഷനിൽ അതിൽ ജോയിൻ ചെയ്യേണ്ട ഫോം കൊടുത്തിട്ടുണ്ടാകും. നിങ്ങൾക്ക് ആ ഫോമിൽ ക്ലിക്ക് ചെയ്ത് രജിസ്റ്റർ ചെയ്യാം. ഇല്ലെങ്കിൽ സൈലത്തിൻ്റെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് കാറ്റഗറിയിൽ RRB എന്ന് കൊടുത്തിട്ട് ഈ ഒരു ബാച്ചിൽ നിങ്ങൾക്ക് വളരെ സിമ്പിളായി ജോയിൻ ചെയ്യാം, സിമ്പിളായി പഠിക്കാം. നമുക്ക് ഒരുമിച്ച് ഒരു ജോലി നേടാനായിട്ട്, നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് ശ്രമിക്കാം. യെസ്,
ഇനി ഈ പരീക്ഷകളൊക്കെ വരുമ്പോൾ പരീക്ഷയുടെ അപ്ഡേറ്റ് കിട്ടാനായിട്ട് റെഗുലർ പോളും മറ്റും കാര്യങ്ങൾക്കായിട്ട് നിങ്ങൾക്ക് സൈലം SSC RRBയുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. ഓക്കെ, അപ്പോൾ ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഞാൻ ഇവിടെ തന്നിട്ടുണ്ട്. ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷനിലും നിങ്ങൾക്ക് ടെലഗ്രാം ഗ്രൂപ്പിൻ്റെ ലിങ്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അപ്പോൾ പരീക്ഷയെ സംബന്ധിച്ച അപ്ഡേറ്റുകൾ എത്രയും പെട്ടെന്ന് നിങ്ങളിലേക്ക് ഈ ചാനലിലൂടെ എത്തും. ഇനി ഈ ക്ലാസ്സിൻ്റെ PDF കിട്ടാനായിട്ട് അല്ലെങ്കിൽ നിങ്ങളുടെ GK റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ തീർക്കാനായിട്ട് നിങ്ങൾക്ക് എൻ്റെ GK സിംപ്ലിഫൈഡ് എന്ന് പറയുന്ന ടെലിഗ്രാം ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോൾ മാരത്തോണും ലൈവൊക്കെ കഴിയുമ്പോൾ നമ്മൾ അതിലായിരിക്കും ഈ PDF ഷെയർ ചെയ്യുക. അതത് ഫാക്കൽറ്റിയുടെ PDF അതത് ചാനലുകളിലായിരിക്കും നമ്മൾ ഷെയർ ചെയ്യുന്നത്. അതേപോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട ഓരോ പരീക്ഷ വരുമ്പോഴും വേണ്ട GKയുടെ ഒരു സ്റ്റഡി പ്ലാൻ പ്ലസ് പോളുകൾ അല്ലെങ്കിൽ വീക്ക്ലി ക്വിസുകൾ അതിൽ പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ സൈലത്തിൻ്റെ ടെലിഗ്രാം ഗ്രൂപ്പിലും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക, GK സിംപ്ലിഫൈഡിലും ജോയിൻ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. സെൻസസ് 2011 ചില സാലിയൻ ഫീച്ചേഴ്സ് കൂടെ പറഞ്ഞു തന്നിട്ട് ഞാനിത് അവസാനിപ്പിക്കും. അതിനുശേഷം നമുക്ക് അടുത്തൊരു വീഡിയോയിൽ സെൻസസ് 2011 ഏറ്റവും പ്രധാനപ്പെട്ട ഡേറ്റ പഠിക്കാം. ഓക്കെ, യെസ്, മനസ്സിലാക്കുക. നമുക്ക് ആദ്യ സെൻസസ് തുടങ്ങി, അതായത് 1872 മയോ എന്ന് പറയുന്ന ചങ്ങാതി സെൻസസ് തുടങ്ങിയതിനു ശേഷം 2011 നടത്തിയ സെൻസസ് ഇന്ത്യയിലെ 15ാമത് സെൻസസ് ആണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. മറ്റൊരു രീതി ചോദിക്കാം, സ്വാതന്ത്ര്യാനന്തരം 947 ശേഷം 951 ആദ്യത്തെ സെൻസസ് വന്നത്. ആ സെൻസസിനെ വെച്ച് കൗണ്ട് ചെയ്താൽ ഇറ്റ് വാസ് ദ 7th സെൻസസ്. 951 സെൻസസിന് ഒന്നാമതായിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് 7ാമത്തെ സെൻസസ് ആയിരുന്നു. 1872 സെൻസസിന് എടുത്തു കഴിഞ്ഞാൽ അത് 15ാമത്തെ സെൻസസ് ആയിരുന്നു. ഓരോ സെൻസസിനും ഓരോ മോട്ടോ ഉണ്ടാകും. എന്തായിരുന്നു ഈ ഒരു സെൻസസിന്റെ മോട്ടോ എന്ന് ചോദിച്ചാൽ, അവർ സെൻസസ് അവർ ഫ്യൂച്ചർ. ഈ സെൻസസ് ആണ് നമ്മുടെ ഭാവി. കറക്റ്റാണ്, നമ്മുടെ ഭാവിയിലെ പോളിസി ഡിറ്റർമിൻ ചെയ്യാനായിട്ട് ഈ സെൻസസിന്റെ ഡേറ്റ വേണമെന്ന് ഓർത്താൽ മതി. അപ്പോൾ എല്ലാ സെൻസസിനും കൊടുക്കാൻ പറ്റുന്ന ഒരു മോട്ടോയാണ് അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. ഇവരെ നമുക്കറിയാം. ഇന്ത്യയുടെ വനിതാ പ്രസിഡന്റ് ആയിരുന്നു. ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണോ എന്നാണ് എൻ്റെ ചോദ്യം കേട്ടോ. ഇന്ത്യയുടെ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് ആണോ ഇവർ? എന്താണ് ഇവരുടെ പേര്? ഇപ്പോഴും നമുക്കുള്ളതൊരു വനിതാ പ്രസിഡന്റ് ആണ് ശ്രീമതി ദ്രൗപദി മുർമു. അപ്പോൾ ഇവരാണോ ആദ്യത്തെ വനിതാ പ്രസിഡന്റ് നോക്കുക. ഈ വനിതാ പ്രസിഡന്റിന് സെൻസസ് റിപ്പോർട്ട് കൈമാറുന്ന ഈ ചേട്ടൻ്റെ പേര് നമ്മളോട് ചോദിക്കാം. കാരണം മൂപ്പരായിരുന്നു നമ്മുടെ ഇന്നത്തെ മൃത്യുഞ്ജയില്ലേ, അന്നത്തെ ആ പൊസിഷൻ, അന്നത്തെ ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ. 2011 സെൻസസ് നടന്നപ്പോൾ ഇന്ത്യയുടെ രജിസ്ട്രാർ ജനറൽ ആൻഡ് സെൻസസ് കമ്മീഷണർ ആരായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹമാണ് C. ചന്ദ്രമൗലി. യെസ്, സെൻസസിലും C ഉണ്ട്, ഇദ്ദേഹത്തിന്റെ പേരിലും C ഉണ്ട്. ഇപ്പൊ ചന്ദ്രശേഖർ എന്നുള്ള പേര് എന്ന കുത്തരുത്, അതിലും C ഉണ്ട്. ഇദ്ദേഹത്തിന്റെ പേരാണ് ചന്ദ്രമൗലി. ക്ലിയർ? അന്നത്തെ സെൻസസ് കമ്മീഷണർ ആയിരുന്നു C. ചന്ദ്രമൗലി. ഇദ്ദേഹത്തെ പറ്റി ചോദിക്കാൻ ചാൻസ് ഉണ്ടെങ്കിൽ ആകെ ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഈ ഒരു ചോദ്യം മാത്രമേ ഉള്ളൂ. അങ്ങനെ 2011 സെൻസസ് തുടങ്ങിയപ്പോൾ വന്ന ഒരു വാർത്തയുണ്ട് കേട്ടോ. ആ വാർത്തയിൽ നിന്നൊരു ചോദ്യത്തിന് പൊട്ടൻഷ്യൽ വന്നുകൊണ്ടാണ് ഞാൻ 2011 ഒരു വാർത്ത നിങ്ങൾക്ക് തന്നത്. ബിഗ്ഗസ്റ്റ് സെൻസസ് ഓപ്പറേഷൻ ഇൻ ഹിസ്റ്ററി കിക്സ് ഓഫ്. അപ്പോൾ 2011 വാർത്തയാണ്, വീണ്ടും റീ റിലീസ് ചെയ്താണ്. എന്താണ്? സെൻസസ് 2011 ഇന്ത്യയിൽ ആരംഭിച്ചു. യെസ്, 1.2 ബില്യൺ പോപ്പുലേഷൻ ഉള്ള അന്നത്തെ നമ്മുടെ രാജ്യത്ത് നടത്തിയ സെൻസസ് ആണ് ദ ബിഗ്ഗസ്റ്റ് എവർ സെൻസസ് അറ്റംപ്റ്റഡ് ഇൻ ദ ഹിസ്റ്ററി ഓഫ് മാൻകൈൻഡ്. മനുഷ്യന്റെ ചരിത്രത്തിൽ നടന്ന ഏറ്റവും വലിയ പ്രോപ്പർ ആയിട്ടുള്ള സെൻസസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2011 ഇന്ത്യയുടെ സെൻസസ് ആണ്. ഇപ്പോൾ 2024 സെൻസസ് വരുമ്പോൾ വീണ്ടും മാറ്റം വരാം. കാരണം ഇന്ത്യ വളർന്നു, പോപ്പുലേഷൻ ഓൾമോസ്റ്റ് 1.5 ബില്യൺ ആയി. ഇനി ഇതിന് ചോദിക്കാൻ ചാൻസ് ഉള്ള മറ്റൊന്ന്, നിങ്ങൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ എന്ന് കേട്ടിട്ടുണ്ടാകും, NRC കേട്ടിട്ടുണ്ടാകും. NPR, NRC, നമ്മുടെ സിറ്റിസൺഷിപ്പ് അമെൻമെന്റ് ആക്ടും അതുമായിട്ട് ബന്ധപ്പെട്ട പ്രൊട്ടസ്റ്റുകളൊക്കെ നടന്നപ്പോൾ നമ്മൾ കണ്ടൊരു കാര്യമാണ് NPR, NRC എന്നൊക്കെ പറയുന്നത്. അപ്പോൾ നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെടുന്നു. അതായത് ഇന്ത്യയിലുള്ള ജനങ്ങളുടെ, ഈവൻ നിങ്ങളൊരു ഫോറിനറാണ്, ഇന്ത്യയിൽ വന്നിട്ട് കുറച്ച് മാസങ്ങളെ താമസിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഡേറ്റ കൂടെ മെയിൻറ്റെയിൻ ചെയ്യുന്ന നാഷണൽ പോപ്പുലേഷൻ രജിസ്റ്റർ, ഇന്ത്യയുടെ ജനസംഖ്യയുടെ ഒരു രജിസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുക, ആ സാധനമാണ് NPR എന്ന് പറയുന്നത്. ഈ NPR നിന്നുമാണ് ഭാവിയിൽ NRC വരുന്നത്, നാഷണൽ രജിസ്ട്രി ഓഫ് സിറ്റിസൺസ്. അപ്പോൾ അത് പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതായിരിക്കും. അതിൽ സിറ്റിസൺ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിനെപ്പറ്റി വാർത്ത വരുമ്പോൾ നമുക്ക് സെപ്പറേറ്റ് ആയിട്ടൊരു വീഡിയോ ചെയ്യാം, എന്താണ് NRC, അതിൻ്റെ അഡ്വാൻറ്റേജുകളും ഡിസഡ്വാൻറ്റേജുകളും. അപ്പോൾ ഇതിൽ പറയുന്നത് the first citizen of the country, President Pratibha Devi Singh Patil, was the first person to be listed on the decennial exercise. 2011 സെൻസസിൽ അവർ സെൻസസ് അവർ ഫ്യൂച്ചർ എന്ന് പറയുന്ന തീം വെച്ചിട്ടുള്ള ആ സെൻസസിൽ ആദ്യമായിട്ട് രജിസ്റ്റർ ചെയ്ത വ്യക്തി ആരാണ്?
നോക്കി, അദ്ദേഹത്തിന്റെ പേര് ഫസ്റ്റ് സിറ്റിസൺ ഓഫ് ദ കൺട്രി, ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്ന വ്യക്തി, നൺ അതർ ദാൻ ഇന്ത്യൻ പ്രസിഡന്റ്. അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ആണ് എന്ത്, പ്രതിഭ ദേവി സിംഗ് പാട്ടീൽ. ക്ലിയർ? അദ്ദേഹമാണ്, അവരാണ് ആദ്യമായിട്ട് 2011 സെൻസസിൽ രജിസ്റ്റർ ചെയ്യുന്ന വ്യക്തി. ഓക്കെ, ക്ലിയർ ആണേ? യെസ്. ഇപ്പോൾ വളരെ ബ്രീഫായിട്ട് നമ്മൾ സെൻസസിൻ്റെ ഹിസ്റ്ററി കണ്ടു. ഈ ഒരു സ്ലൈഡും കൂടെ കഴിഞ്ഞിട്ട് ഞാൻ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നമ്മൾ 2011 സെൻസസിലേക്ക് എത്തി, അതിൻ്റെ ഫസ്റ്റ് ഫാക്ട് നമുക്ക് കാണാം, എന്നിട്ട് അവസാനിപ്പിക്കാം. ബാക്കി ഞാൻ അടുത്തടുത്ത പാർട്ടിലായിട്ട് പറയാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഡേറ്റാസും ഈ ഒരു പാർട്ടിൽ കവർ ചെയ്യും. ഈ ഒരു പാർട്സ് എല്ലാം കഴിഞ്ഞിട്ട് ഇതെല്ലാം കൂടെ ക്ലിപ്പ് ചെയ്ത് മെർജ് ചെയ്തിട്ട് സിംഗിൾ വീഡിയോ ആയിട്ടും അപ്ലോഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതേ സമയത്ത് കാണാനായിട്ട് നോക്കുക, നോട്ട് എഴുതിയെടുക്കാനായിട്ട് നോക്കുക. ഈ നോട്ട് ഞാൻ ഇതിന് ശേഷം നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം കേട്ടോ. 1, 2011 സെൻസസിന്റെ മേജർ ഫൈൻഡിങ്സ്. ഏറ്റവും ആദ്യത്തെ ഫൈൻഡിങ്, ഇന്ത്യയുടെ ജനസംഖ്യ എത്രയാണ്? 2011 സെൻസസ് പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 1.21 ബില്യൺ. ഒരു ബില്യൺ നമ്മൾ 100 കോടി എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ ജനസംഖ്യ 121 കോടി. അതാണ് ഒന്നാമത്തെ ചോദ്യം. യെസ്, 2001 സെൻസസ് നടന്നു, 2011 സെൻസസ് നടന്നു, ഇന്ത്യയുടെ ജനസംഖ്യ കൂടി. എത്രയാണ് ആ ഗ്രോത്ത്? പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. ഡിക്കേഡൽ ഗ്രോത്ത്, 2001 മുതൽ 2011 വരെയുള്ള ഇന്ത്യൻ ജനസംഖ്യയുടെ ഡിക്കേഡൽ ഗ്രോത്ത് എന്ന് പറയുന്നത് 17.7%. യെസ്, ഇപ്പൊ നോക്കുക, NCERT നിന്ന് അതുപോലെ എടുത്ത ഒരു ഡേറ്റയാണ്. 1901 മുതൽ 2011 സെൻസസ് വരെയുള്ള ഡേറ്റ തന്നിട്ടുണ്ട്. പോപ്പുലേഷന്റെ ഒരു ഇൻക്രീസ് ഇവരുടെ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നിങ്ങൾ ഓർത്തിരിക്കേണ്ട ട്രെൻഡ് ഞാൻ പറഞ്ഞുതരാം. ഇതിലിതാ ഈ നമ്പർ നിങ്ങൾ നോക്കിക്കൊള്ളുക. 2001 മുതൽ 2011 വരെ ഇന്ത്യൻ ജനസംഖ്യ 17.6% അല്ലെങ്കിൽ 17.7% വളർന്നിട്ടുണ്ട്. പോപ്പുലേഷൻ ഗ്രോത്ത് എന്ന് പറയുന്നത് 17.7% ആണ്. ഇൻ ടേംസ് ഓഫ് നമ്പേഴ്സ്, എങ്ങനെ അബ്സല്യൂട്ട് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ 2001 മുതൽ 2011 വരെ ഇന്ത്യൻ ജനസംഖ്യ ഏകദേശം 181 മില്യൺ കൂടി. ക്ലിയർ? ഈ നമ്പർ 181 മില്യൺ. പെർസെൻറ്റേജിൽ പറയുമ്പോൾ 17.7, അബ്സല്യൂട്ട് നമ്പർ പറഞ്ഞു കഴിഞ്ഞാൽ 181 മില്യൺ ആണ് കൂടിയത്. ക്ലിയർ? അപ്പോൾ ഇതാണ് 2011 സ്റ്റാറ്റിസ്റ്റിക്സ്. ഇനി ഈ ഒരു പെർസെൻറ്റേജിൽ നമ്മളോട് ചോദിക്കാൻ ചാൻസ് ഉള്ളത് നിങ്ങൾ നോക്കുക. പ്ലസ് 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 ഇവിടെ ഒരു നെഗറ്റീവ് കാണുന്നുണ്ട്, നെഗറ്റീവ്. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്തിന് പകരം പോപ്പുലേഷൻ താഴെ പോയി. അത് ഏത് കാലഘട്ടമാണെന്ന് നോക്കി, ഏത് കാലഘട്ടമാണെന്ന് നോക്കുക. ഇനി അടുത്തത്, അപ്പോൾ അങ്ങനെയൊക്കെ ഒരു ഗ്രാഫിൽ നമ്മളോട് ചോദിക്കുന്നത്. ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ ഒക്കെ പഠിക്കുന്നവരല്ലേ നിങ്ങൾ, അല്ലേ? അങ്ങനെയാണ് നമ്മളോട് ചോദിക്കുന്നത്. അടുത്ത് നിങ്ങൾ നോക്കി, 11, 14, 13, 21, 24, 24, 23, 24 രണ്ടെണ്ണം. അതിൽ ഏറ്റവും കൂടുതൽ 24.80. അതായത് കഴിഞ്ഞൊരു 100 വർഷ ചരിത്രത്തിൽ സ്റ്റാർട്ടിംഗ് ഫ്രം 1901 ഏറ്റവും കൂടുതൽ പോപ്പുലേഷൻ ഗ്രോത്ത് റിപ്പോർട്ട് ചെയ്ത ഡെക്കേഡ് ഏതാണ്? 24.80 റിപ്പോർട്ട് ചെയ്ത ഡിക്കേഡ് ഏതാണ് എന്നാണ് ചോദ്യം. ആ ചോദ്യത്തിന്റെ ഉത്തരം ഏതാണ്? 24.80. അതായത് കഴിഞ്ഞ 100 വർഷത്തിൽ ഇന്ത്യയുടെ പോപ്പുലേഷൻ ഗ്രോത്തിൽ ഏറ്റവും കൂടുതൽ വളർച്ച റിപ്പോർട്ട് ചെയ്തത് 1961-71 സെൻസസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് റെക്കോർഡ് ചെയ്തത് 1961-71 കാലഘട്ടത്തിലാണ്. അതിനുശേഷം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 24.8 എന്നുള്ളത് 24.6 ആയി, 23.85 ആയി, 21 പോയിന്റ് ആയി, 17 പോയിന്റ് ആയി. ഹോപ്പ്ഫുള്ളി ഈ വർഷം വീണ്ടും താന്നു കഴിഞ്ഞാൽ, അതായത് 2026 സെൻസസിൽ വീണ്ടും താന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത് വരുമ്പോഴാണല്ലോ അതിൻ്റെ കാര്യം, നമ്മളോട് മൾട്ടി സ്റ്റേറ്റ്മെന്റ് ചോദിച്ചു തരികയാണെങ്കിൽ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ഹയസ്റ്റ് പോപ്പുലേഷൻ ഗ്രോത്ത് വാസ് റിപ്പോർട്ടഡ് ഡ്യൂറിംഗ് 1961-71. യെസ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ഇതായിരിക്കും, നോട്ട് ചെയ്തോളുക. സിൻസ് ദെൻ ദ ഗ്രോത്ത് റേറ്റ് ഹാസ് സ്റ്റെഡിലി ഡിക്ലൈൻഡ്. 61-71 കാലഘട്ടത്തിൽ നടന്ന ഒരു പോപ്പുലേഷൻ എക്സ്പ്ലോഷന് ശേഷം ഇന്ത്യൻ ജനസംഖ്യയുടെ ഗ്രോത്ത് നെഗറ്റീവായി എന്നല്ല, ഗ്രോത്ത് കുറഞ്ഞു, സ്റ്റെഡിലി കുറഞ്ഞിട്ടുണ്ട്. 24.8 എന്നുള്ള നമ്പറിൽ നിന്നും 17.7 കാര്യമായിട്ട് ഇന്ത്യയുടെ ജനസംഖ്യ കുറഞ്ഞു വന്നിട്ടുണ്ട്. ക്ലിയർ? അപ്പൊ ഇത്രയുമാണ് ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഇനി നമുക്ക് പോപ്പുലേഷന്റെ ഗ്രോത്ത്, ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള സംസ്ഥാനം, പോപ്പുലേഷൻ കുറഞ്ഞ സംസ്ഥാനം, അത് പഠിക്കാൻ കോഡ് ആവശ്യമാണ്. പോപ്പുലേഷൻ ഡെൻസിറ്റി, ലിറ്ററേച്ചർ, സെക്സ് റേഷ്യോ തുടങ്ങി ഒരുപാട് ഡയമെൻഷൻസ് പഠിക്കാനുണ്ട്. അപ്പോൾ അതൊക്കെ പറ്റുന്നത്ര കോഡുകൾ ഉൾക്കൊള്ളിച്ച് നിങ്ങൾക്ക് പറഞ്ഞു തരാനായിട്ട് ഞാൻ ശ്രമിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയെങ്കിൽ അത് നിങ്ങൾക്ക് കമൻ്റായിട്ട് രേഖപ്പെടുത്താം. സെൻസസിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പഠിക്കാൻ ആഗ്രഹിക്കുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ അവരിലേക്ക് നിങ്ങൾക്ക് എത്തിക്കാം. ഏറ്റവും അവസാനത്തെ വീഡിയോയുടെ അവസാനം ഞാൻ മാക്സിമം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ എക്സ്പെക്റ്റഡ് ചോദ്യങ്ങൾ കൂടെ നിങ്ങൾക്ക് ആഡ് ചെയ്തിട്ട് തരാം. അപ്പോൾ അതൊരു പ്രാക്ടീസ് സെഷൻ പോലെ ഉപയോഗിക്കുക. പരീക്ഷയ്ക്ക് മുന്നേ മാക്സിമം കണ്ട് ക്ലിയർ ആക്കി പോയി പരീക്ഷ എഴുതുക.
എത്രയും പെട്ടെന്ന് ഇഷ്ടപ്പെടുന്ന ഒരു ജോലി മേടിക്കാൻ പറ്റട്ടെ. ഓൾ ദ ബെസ്റ്റ്. നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ.